നമസ്കാരം. എല്ലാ ദൂരദർശൻ പ്രേക്ഷകർക്കും ഇറ്റ്ഫോക് 2020 നാടകക്കാഴ്ചകളിലേക്ക് ഹൃദയംഗമമായ സ്വാഗതം. ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2020 9ാം ദിനത്തിലാണ് നമ്മളിപ്പോൾ. കഴിഞ്ഞ 8 ദിനങ്ങളിലും രംഗപാഠങ്ങളുടെയും രംഗാവതരണങ്ങളുടെയും വൈവിധ്യമാർന്ന അനുഭവങ്ങളാണ് നാടകങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. 9ാം ദിനത്തിൽ 3 നാടകങ്ങളാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ഹൈദരാബാദിലെ ആട്രേ കമ്പനി അവതരിപ്പിക്കുന്ന ഏകപാത്ര നാടകം എഴുതി സംവിധാനം ചെയ്ത് അവതരിപ്പിക്കുന്നത് ഭാഗ്യശ്രീ ടാർക്കെ ആണ്. നാടകത്തിൻ്റെ പേര് സൽമാ ദിവാനി എന്നാണ്. ഹിന്ദി നാടകമാണ് അവതരിപ്പിക്കപ്പെടുന്നത്. പിജാന സിപ്പിലിയാല തിയേറ്റർ അവതരിപ്പിക്കുന്ന പോളിഷ് നാടകം അതും ഇന്ന് അരങ്ങേറുകയാണ്. ട്രീ ഓഫ് ഡെത്ത് സംവിധാനം ചെയ്ത് അവതരിപ്പിക്കുന്നത് സാനിസ്ലാവ് ഡെംബസ്കിയാണ്. ഭോപ്പാലിലെ അതർ തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന 3ാമത്തെ നാടകം അഭിജിത്ത് സോളങ്കി സംവിധാനം ചെയ്തിട്ടുള്ള കാല ദബ്ബ ബാദൽ കി തരഫ് ആ രഹാഹെ എന്ന നാടകമാണ്. ഈ 3 നാടകങ്ങളുടെയും കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. The Tree of Death is a play written by Sławomir Narloch and directed by Stanisław Dębski, with music composed by Daniel Zieliński, and it's about a search for meaning in a world where the death ceased to exist, where the death just disappeared. So we have this whole mixture of old Polish beliefs and rituals regarding death, given into this kind of form of half comedy, half tragedy, and half musical play, a kind of oratorio, if you will. Wypadek szybko uprzątnięto jak rozbitą cukierniczkę. Podjechał nowy samochód, zabrali wszystkie drzewka poza jedną skrzynką z sadzonkami cisu. Do wieczora sadziliśmy drzewa wokół domu. Tata mówił, że mogą rosnąć nawet 1000 lat! Będą więc tutaj do końca świata być może! Brudne buty zostawiliśmy na progu. Mama pościeliła łóżka. Wygładziła wielkie pierzyny wypełnione gęsim pierzem, pod którymi było strasznie gorąco. Brudne buty zostawiliśmy na progu. W nocy przyszła burza, piorun spalił cały dom i tylko buty na progu zostały i ja zostałam. Cisy są całe trujące! We wszystkich częściach rośliny znajduje się toksyna. Śmierć na pniu, na łodyżce, jak wata cukrowa na patyku. Psalm o śmierci. Kochanka spocone zostawiasz po tej stronie, usta styrane pacierze zostawisz, nie zabierzesz. Póki w mleku mączone zostawisz po tej stronie, nawet kryjówka chochlika 5, 4, 3, 2, 1 zostaje, a ty znikasz. Moje ścieżki wyznacza, nie zważając na kropy nagietek, a przyczają na głębie jeziora, nie odwleczy jej zamiarów, nie lęka się zastrzegącego w furtki, nie zwiedzie jej ogród w morze chwytnienia jaśminów. A mroźne miesiące dłonią nie ujmują zręczności rozpoznać się w marynarce cenionego krawca przy uwarze w czasie spaceru. O! Pszczoła!
usiadła na tobie. Siedzi na twoich palcach. To chyba ostatnia, która żyje. Jaka piękna! Jak okruszek. Cholera! Urządliła mnie. Umarła. A ostatnia była. I co teraz będzie? എൻ്റെ അനുഭവത്തിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇതുവരെ കഴിഞ്ഞ ഇറ്റ്ഫോക്കുകളിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഇറ്റ്ഫോക്ക് 2010 മൂന്നാമത്തെ ഇറ്റ്ഫോക്കാണ് എന്ന് ആണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ആ ഒരു ഇറ്റ്ഫോക്കോട് കൂടിയിട്ടാണ് ഇൻ്റർനാഷണൽ പെർഫോമൻസ് അല്ലെങ്കിൽ തിയേറ്റർ സർക്യൂട്ടിൽ, ഫെസ്റ്റിവൽ സർക്യൂട്ടിൽ ഇറ്റ്ഫോക്കിന് ശ്രദ്ധേയമായ ഒരു സ്ഥാനം നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അന്തർദേശീയ ഇൻ്റർനാഷണൽ തലത്തിലുള്ള തിയേറ്റർ ഫെസ്റ്റിവൽ സർക്യൂട്ടിൽ ഇപ്പോൾ ഇറ്റ്ഫോക്കിന് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പൊസിഷൻ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേ സമയം അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള, ഭരണപരമായിട്ടുള്ള അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് അവഗണനകൾ ഇപ്പോഴും ഇറ്റ്ഫോക്കിന് നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ദുഃഖകരമായൊരു യാഥാർത്ഥ്യമാണ്. IFFKക്ക് കിട്ടുന്ന, അന്തർദേശീയ ചലച്ചിത്രോത്സവത്തിന് കിട്ടുന്ന പരിഗണനയുടെ ഒരു ചെറിയ ശതമാനം പോലും ഇതുവരെ ഈ നാടകോത്സവത്തിന് കൊടുക്കാനായിട്ട് മാറിവരുന്ന ഒരു സർക്കാരും ശ്രമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സാമ്പത്തികമായിട്ട് ഇറ്റ്ഫോക്കിന് കിട്ടുന്ന ഫണ്ടിങ്ങിൻ്റെ ഒരു ഏരിയയിൽ എല്ലാ വർഷവും സത്യം പറഞ്ഞാൽ ഫണ്ട് കീഴ്പോട്ടാണ് പോകുന്നത്. ആ ഫണ്ടിൻ്റെ അപര്യാപ്തത തന്നെ ഫെസ്റ്റിവലിൻ്റെ നടത്തിപ്പിനെ വളരെയേറെ ക്ലേശകരമാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. കഴിഞ്ഞ പല വർഷങ്ങളിലും ഇറ്റ്ഫോക്കിൻ്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അതിൽ സജീവമായിട്ട് നടത്തിപ്പിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ പോലും ഒരു കാണി എന്നുള്ള രീതിയിൽ എല്ലാ ദിവസങ്ങളിലും പങ്കെടുക്കാനും പരമാവധി എല്ലാ നാടകങ്ങളും കാണാനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ചുരുങ്ങിയ ഒരു സാമ്പത്തിക ഫ്രെയിം വർക്കിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഇത്തവണത്തെ ഇറ്റ്ഫോക്ക് നടത്തിയിട്ടുള്ളത്. ആ ഒരു പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് കൊണ്ടുവരാവുന്ന നല്ല നാടകങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയാൻ കഴിയും. നമസ്കാരം. നമസ്കാരം. ഇറ്റ്ഫോക്കിനെ എങ്ങനെയാണ് വിലയിരുത്തണേ? ഇറ്റ്ഫോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൃശ്യബോധത്തിന് വന്ന വലിയൊരു എന്താ പറയുക, വലിയൊരു സംഭവം തന്നെയാണ് ദൃശ്യം. ഇപ്പം നമുക്ക് ഈ നാടകമൊക്കെ പറയുമ്പോൾ ഇറ്റ്ഫോക്കിന് മുന്നുള്ള കാലം സിനിമ എന്നൊക്കെ പറഞ്ഞാൽ എവിടെയുള്ള സിനിമകൾ നമുക്ക് കാണാനുള്ള ഒരു സൗകര്യമുണ്ട്. നാടകം എന്ന് പറഞ്ഞാൽ ജീവനുള്ള മനുഷ്യന്മാർ ഇവിടെ വന്ന് പ്രോപ്പർട്ടിയൊക്കെ ആയി വന്നിട്ട് നമ്മുടെ മുന്നിൽ തന്നെ വെച്ച് അവതരിക്കും. അങ്ങനെ ഒരു അവസരം കിട്ടിയത് ഇറ്റ്ഫോക്ക് തുടങ്ങിയപ്പോഴാണ്. അപ്പം നമ്മുടെ ഒരു ദൃശ്യബോധത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ഇറ്റ്ഫോക്ക്. ആദ്യത്തെ ഇറ്റ്ഫോക്ക് മുതലേ ഞാനിത് സഹകരിക്കുന്നതാണ്. ആദ്യത്തെ ഇറ്റ്ഫോക്കിൻ്റെ ഒരു പബ്ലിസിറ്റി ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രാമങ്ങളിൽ പോയിട്ട് നാടകം കളിക്കാൻ അതിന് പബ്ലിസിറ്റിയൊക്കെ ആയിട്ട് പോയിട്ടുള്ളത്. പല ഇറ്റ്ഫോക്കുകളിലും ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. നാടകങ്ങൾ അവതരിപ്പിക്കുന്ന ഞാൻ അഭിനയിച്ച നാടകങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്ഫോക്ക് എപ്പോഴും നമുക്ക് ഒരു നാടകപ്രവർത്തനം നൽകി എപ്പോഴും പ്രചോദനമാണ്. ഇപ്പോൾ ഈ പ്രാവശ്യം നാടകം വല്ലതും കണ്ടില്ല? ഈ പ്രാവശ്യം നമുക്ക് കണ്ടില്ല. ഞാൻ ചില കാര്യങ്ങൾ ഇപ്പോഴാണ് ഞാൻ ഇന്നാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ പൊതുവേ എനിക്ക് പറയുന്ന ഇറ്റ്ഫോക്കിൻ്റെ ഒരു ബാഹ്യമായ പകിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ മെയിൻലി പറഞ്ഞ സാമ്പത്തികമായ പ്രശ്നങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഒരു നാടകം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഒരു നല്ല നാടകങ്ങളും അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ നാടകങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു സാമ്പത്തികമായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് ആ വകയ്ക്കുമ്പോഴൊന്ന് വകയിരുത്തണം അതിന് കഴിയണം. കാരണം ഇതൊരു നല്ല കാര്യമാണ്. ഇതിന് വേണ്ടിയിട്ടും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, താങ്ക് യു. ഇറ്റ്ഫോക്ക് കൂടുതൽ പൂർവാധിക ശക്തിയോടെ മുന്നോട്ട് പോകട്ടെ. ഒരു നാടകക്കാരൻ എനിക്ക് അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. അപ്പം നമുക്ക് നാടക വിശേഷങ്ങളൊന്ന് പങ്കുവയ്ക്കാം. ഇറ്റ്ഫോക്കിൽ ഇത്തവണത്തെ ഒരുവിധം നാടകങ്ങളൊക്കെ ഞാൻ കണ്ടു. 2 മണിക്ക് ഉള്ള നാടകങ്ങളാണ് പ്രധാനമായിട്ട് കാണാൻ പറ്റാതെ ഇരുന്നത്.
പല രീതിയിലുള്ള വിമർശനങ്ങൾ നാടകങ്ങളുടെ സെലക്ഷനെ കുറിച്ച്, പിന്നെ നാടകമേള നടത്തിപ്പിനെ കുറിച്ചൊക്കെ പൊതുവേ ഉണ്ട്. ചില വിമർശനങ്ങൾ ഞാനും പങ്കുചേരുന്നു. പ്രത്യേകിച്ച് നാടകമേളയ്ക്ക് വരുന്ന നമ്മളുടെയൊക്കെ ഒരു ആവേശം, അത് നാടകം കാണുന്നതിൽ മാത്രമല്ല, ഇവിടെ പല ഒരു അന്തരീക്ഷത്തിൽ തന്നെ നാടകമേള, അത് ഞാൻ ഫിലിം ഫെസ്റ്റിവലിനും പോകുന്ന ആളാണ്. ആ ഒരു അന്തരീക്ഷം എന്തോ ഇക്കൊല്ലം വളരെ മിസ് ചെയ്യുന്നുണ്ട്. ഇന്ന് പല കാര്യങ്ങളാവാം. പക്ഷേ ഞാൻ നാടകങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, നാടകത്തിൽ ഓരോ കൊല്ലത്തിനും ഓരോ രീതിയിലുള്ള നമ്മളെ പൊളിറ്റിക്കൽ കണ്ടൻറ്റോ അതിൻ്റെ റെലവൻസ് അനുസരിച്ച് നാടകങ്ങളെ തിരഞ്ഞെടുപ്പിനെ അത് സ്വാധീനിക്കുന്നുണ്ടാവും. ഈ ഇമാജിനിങ് കമ്മ്യൂണിറ്റീസ് എന്നുള്ള തീമിൽ നിന്ന് എടുത്തിരിക്കുന്നത്. ഞാൻ അതിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് എപ്പോഴും നാടകം കാണാൻ വരുമ്പോൾ നാടകത്തിൻ്റെ ഫോമിൽ നമ്മളെ മനസ്സിനെ കുറേ സന്തോഷിപ്പിക്കുന്ന ഫോംസ് തന്നെ. അതിൽ എനിക്ക് തോന്നിയത് 2-3 നല്ല നാടകങ്ങൾ. ഒന്ന് ടോൾഡ് ബൈ ദ വിൻഡ്, ആദ്യത്തെ ദിവസം തന്നെ 8:30 ഞാൻ അത് കണ്ടത്. പിന്നെ ആദ്യത്തെ നാടകം സിൽവർ എപ്പിഡമിക്, അത് ബ്രസീലിയൻ നാടകം. വളരെ പൊളിറ്റിക്കൽ ആൻഡ് അതിൻ്റെ സ്പെക്ടാക്കിൾ എന്ന് പറയുന്നത് തന്നെ നല്ല ഭംഗിയായിട്ട് സ്റ്റേജിൽ, വെറും സ്പെക്ടാക്കിൾ ഫോർ സ്പെക്ടാക്കിൾ അല്ല അത്. തീർച്ചയായിട്ടും എനിക്ക് സാധിച്ചത് അമിതേഷിനെ പോലെയും ജലീലിനെ പോലുള്ള 2 വ്യക്തികളായതുകൊണ്ടാണ്. എനിക്ക് തോന്നി അമിതേഷിനെ, ഒരു ചെറുപ്പക്കാരനെ ഇതിനെ കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പലപ്പോഴും പുതിയ തലമുറ എങ്ങനെ ചിന്തിക്കുന്നു അത് തിരിച്ചറിയാൻ സാധിക്കുന്നത് അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോഴാണ്. ഇത്ര മച്യൂർഡായിട്ട്, പലപ്പോഴും വളരെയധികം മറ്റു തരത്തിലേക്ക് ചിന്തിക്കാവുന്ന യുവതലമുറയുടെ ഇടയിൽ അത്രയും മച്യൂർഡായിട്ട് സംസാരിച്ചു കണ്ടപ്പോൾ എല്ലാ പ്രതിസന്ധികളെയും പറ്റി സംസാരിക്കുമ്പോൾ തരണം ചെയ്യാൻ നമുക്കാകും. ഒരുപക്ഷെ ഞാനൊക്കെ ഡിസ്പിരിറ്റഡായി പോയ ഏതെങ്കിലും ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ അതിലേക്ക് കടന്നു ചെല്ലാനും ഇതിനെ നമുക്ക് തരണം ചെയ്യാനാവും എന്നുള്ള ഏറ്റവും വലിയ ശുഭാപ്തി വിശ്വാസം എൻ്റെ പുതിയ തലമുറയ്ക്ക് ഉണ്ടെങ്കിൽ വാസ്തവത്തിൽ ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇതാണ് നമുക്ക് വേണ്ടത്. ഹായ്, വാട്ട് അബൌട്ട് യുവർ പ്ലേസ് ഡീറ്റെയിൽസ്? ജസ്റ്റ് Yes. Our play's name is Kala Dhabba Badal Ki Tarah Aa Raha Hai. It is based on a story, and we have devised a performance piece on this story. So this story was written in 1938 and got published in 1938. It's a very famous Hindi story. It's a short story. The name of the story is Bhediye. Bhediye means wolf, and wolf, this animal. So this story starts from the question that what is a wolf. So in the story, the content is like that there are 2 men. They belong to a gypsy community, and there are 3 girls who are also from denotified tribes. So these 5 people are on a move. They are moving from one city to another city, and so on their move, pack of wolves, like 200-300, starts to chase them. And it's all about that chase when they lose everything what they had in their life. So after the younger boy, he loses his father and these 3 friends, and he's alone, and he's full of revenge. And he ends up the story by claiming that he killed 60 wolves the very next year. It's like that. So it's about violence. मैं किसी भी चीज से नहीं डरता। हाँ, भेड़ियों का झुंड 100, 200, 300 जो जाड़ों की रातों में आते हैं और दुनिया की तमाम चीजें जिनकी भूख नहीं बुझा सकती उन शैतानों की फौज का कोई मुकाबला नहीं कर सकता। अजीब सर्दी थी। हम
दिए थे। दिन ही दिन में हम आगे जाने वाले साथियों से मिल जाना चाहते थे। हम 20 मील दूर निकल आए थे। हमें भेड़िए खा गए। ए सुनिया, हाँ चल मेरी चोटी कर। लका जल दे। ले पहन ले। जा सामान रख। हाँ जा सामान रख। मेरा रेडियो? ए सुनिया, हाँ मेरा रेडियो देखा तूने? नहीं तो देखा तेरी पॉटली इस पे नहीं है। ए लाली, मेरा रेडियो देखा क्या? मैंने नहीं देखा, उसकी पोटली में देख। पॉटली देख ले, दिखा तेरी पॉटली। अरे उसकी मेरा रेडियो दे। मेरा रेडियो दे। मेरा रेडियो दे। देख ले मेरा रेडियो नहीं दे रहे। तो मैं क्या करूं? खोलना भी नहीं आता। चोटी खाई की? तू होगी चोटी। क्यों लेके गई थी? गाना सुनने ले गई थी। खरीद लेना तो। कोई ये जूते किसके हैं? मेरे हैं।
बस यही लगा दे, बस बस चल जा, रख इसको। चलो बैठो इधर। जल्दी करो, एक बार सामान देख ले अंदर। हाँ बोई। जल्दी उठ। बोई ठीक है, जानते। ठीक है, आजा। अरे भेड़िए हैं। भेड़िए हैं? कोई भेड़िए होते तो बैल ना चौंकते। भेड़िए जरूर है, मैं इन भेड़ियों को जानता हूँ। वो हमसे 10 मील पीछे हैं और बैल हमारे थक चुके हैं। हमें 50 मील और आगे जाना है। खरे बंदूक भर ले और बारूद की नई पोली निकाल के देख ले। बारूद की नई पोली? हाँ जल्दी कर, जल्दी करो। नहीं मुझे नहीं दिखा। बोई बोई, बारूद की नई पोंगली तो नहीं है बोई। तुझे मैंने नई पोली नहीं दी थी। इसको मैंने नई पोली रखना दी थी ना? नहीं दी थी। ये कहो रहा तो चावल निकलूंगा। उठ उठ, शहर पहुंचकर मैं तेरी खाल उधेड़ दूंगा। चल बैठ। बोई हवा भेड़िए